ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു കറിയുടെ റെസിപ്പി ആട്ടോ. മുരിങ്ങക്കായും ചെമ്മീനും നല്ല പച്ചമാങ്ങ ഇട്ടിട്ടുള്ള അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം കറി വെക്കാനൊരു പാത്രം ചട്ടിയോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളി അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിടി ചെമ്മീൻ മതിയാവും, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇനി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണിന് മുകളിൽ വലിയ ജീരകത്തിൻ്റെ ഫെനൽ സീഡ്സിൻ്റെ പൊടിയും, പിന്നെ കുറച്ച് കുരുമുളകും, പിന്നെ ഒരു വറ്റൽ മുളക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ചതയുന്ന വരെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നല്ല എരിവുള്ള 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അവസാനം ചേർത്താൽ മതി, അല്ലെങ്കിൽ കൈ കുറച്ച് എരിയും. ഇനി ഞാൻ ഒരു മാങ്ങയാണ് എടുക്കുന്നത്. അതിൽ മാങ്ങൻ്റെ അണ്ടിയും ഒരു ചെറിയൊരു പീസും കൂടി ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അവസാനം ചേർത്താൽ മതി. അത് നമുക്ക് എന്നിട്ട് ഗ്യാസ് അടുപ്പിൽ വെക്കാം. ഇനി ഞാനൊരു 1 കപ്പിൻ്റെ മുകളിൽ തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി ഒന്ന് അരച്ചെടുത്താൽ അത് തുറന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് പേസ്റ്റ് ആവുന്ന വരെ അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മളെ കറി ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില നമ്മളൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. മാങ്ങ ഒരു പകുതി വേവാകുമ്പോൾ ഇനി നമുക്ക് മുരിങ്ങക്കായും മാങ്ങയും നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്ത ചെമ്മീനും മാങ്ങയൊക്കെ അത്യാവശ്യം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ മുരിങ്ങക്കായും ഈ മാങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഇതാ നമ്മൾ കറി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ചെറിയ പീസ് തക്കാളി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് തക്കാളി ഇട്ടാൽ തക്കാളി അധികം വേവിക്കേണ്ട ആവശ്യമില്ല, ഈ അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും കുറച്ച് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ, ഒന്ന് തേങ്ങേൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്കിത് തൂമിക്കാൻ വേണ്ടിയിട്ട്, അതായത് വറവ് ചേർക്കാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയുള്ളിയാണ് എടുക്കുന്നത്. സാധാരണ കടുകിലാണ് ഇത് വറുക്കാറ് കേട്ടോ, കടുകും കറിവേപ്പിലയും ഇട്ടിട്ട്. അപ്പം ഇങ്ങനെ ചെയ്താലും ടേസ്റ്റാണ്. 2 കടുകും ഉള്ളിയും ചേർത്താലും ടേസ്റ്റാണ്. അപ്പോൾ ഇനി അതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം, 2 വറ്റൽമുളകും, പിന്നെ കുറച്ച് 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കടുക് ചേർക്കണമെങ്കിൽ കടുകും ചേർക്കുക. ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന കടുക് ചേർത്താലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 2 ചേർക്കാറുണ്ട്. അപ്പം ഇനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.